Achal. Good morning. Good morning, Good ma'am. morning, ma'am. Good morning. Good morning, ma'am. 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 Okay, good morning. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. Okay, Fatima. Are you ready for the prayer? Fatima. Yes, ma'am. Okay. Done. Ma'am, camera on ആക്കുന്നോ? ഇവിടെ ഫാത്തിമ വേണ്ട prayer അല്ലേ. Nature helped me to look upwards, especially when I was climbing a difficult mountain, not to focus on the rough trail or my imperfection or others. Let me focus on the beauty of creations, the awesome scenery, the trees, the mountains that are filled with different colors. Let my eyes be always on you, who have peace, joy, and happiness. Okay, Fatima. Yes, ma'am. Thank you, ma'am. Okay. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു കുട്ടിയുടെ എല്ലാവരുടെ കയ്യിൽ PDF ഇല്ലേ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഓക്കെ. അപ്പോ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിൽ എന്താണ് ഒരു നെസസറി കണ്ടീഷൻ ആണ് ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ? ഒരു കുട്ടിക്ക് പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ട് അല്ലേ? സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇത്തരത്തിലുള്ള എല്ലാ ഡെവലപ്മെന്റിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ? ഫിസിക്കൽ ഡെവലപ്മെന്റില് നമ്മൾ പറഞ്ഞു, ആരെയത് മ്യൂട്ട് ചെയ്തോളൂ, ബിന്ദു. പ്രോപ്പർ ആയിട്ട് അല്ലെ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ എന്താണ്? ഹെൽത്ത് വേണം. ഹെൽത്ത് കൂടാതെ ഫിസിക്കൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യോ? എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമുക്കൊരു ഫിസിക്കൽ ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഹെൽത്ത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ്. ഓക്കെ ലക്ഷ്മി, നമ്മുടെ പ്രെയർ കഴിഞ്ഞു. ഓക്കെ. അതല്ല മാം, ലക്ഷ്മിയോട് എന്നാ പാടണമെന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ലക്ഷ്മി അങ്ങനെ പറഞ്ഞത്. ആണോ? ഓക്കെ ഓക്കെ, ഞാൻ വിട്ടുപോയിട്ടോ. ആ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് തരാം. ഓക്കെ ലക്ഷ്മി. അപ്പൊ എന്തായിരുന്നു നമ്മുടെ അപ്പൊ നമ്മൾ പലതരം ഡെവലപ്മെന്റ് പറഞ്ഞല്ലേ? ഫിസിക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഹെൽത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ലക്ഷ്മി ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഹെൽത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? ലക്ഷ്മി, ഫിസിക്കൽ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഹെൽത്ത് അഫക്ട് ചെയ്യുന്നത്? ലക്ഷ്മി കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? വോയിസ് ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? ഇല്ല മാം. ദെൻ ശ്വേത പറയൂ, എങ്ങനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഹെൽത്ത് അഫക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ശ്വേത? നമുക്ക് ത്രൂ ഔട്ട് ഒരു ഡേ വർക്ക് എനർജി മെയിൻറ്റെയിൻ ചെയ്ത് പോണേനാണല്ലോ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്കത് പറ്റില്ലല്ലോ. ശ്വേത ലിസൺ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒരു കുട്ടിയുടെ ശാരീരിക വികസനം. ഓക്കെ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഹെൽത്ത് അഫക്ട് ചെയ്യുന്നത്? എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കപ്പാസിറ്റിയോടുകൂടി ചെയ്യണമെങ്കിൽ ഹെൽത്ത് വേണമല്ലോ. ഓക്കെ,
അപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെ, ഫിസിക്കലി ഡെവലപ്പ് ആകണമെങ്കിൽ നമുക്കറിയാം കുട്ടിയുടെ ഗ്രോത്തില് നമുക്കറിയാം വെയിറ്റ്, ആ കുട്ടി ഹെൽത്തി ആണെങ്കിൽ എങ്ങനെയാണ് ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടായിരിക്കും അല്ലേ, ഹൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് ആ ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ, വളർച്ച, നമുക്കത് വിസിബിൾ ആണ്, നമുക്കത് മെഷറബിൾ ആണ് അല്ലെ, വെയിറ്റ് ഹൈറ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്കത് മെഷറബിൾ ആണ്. അപ്പൊ ഈ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഹെൽത്ത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്രീക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫർ ആണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിന്റെ ഒരു മാക്സിമിൽ പറയുന്നത് എന്താണ്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം? അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ ഗ്രീക്ക് ഫിലോസഫറിന്റെ ഒരു മാക്സിം ആണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൗരി? എന്തായിരിക്കാം സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി? ഗൗരി. അന്ന് പറഞ്ഞ നമ്മുടെ മൈൻഡിന് ബോഡിനും സൗണ്ട് ആയിരിക്കും. നമ്മുടെ മൈൻഡ് എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ ബോഡിയിലേക്ക് റിഫ്ലക്ട് ചെയ്യാന്നുള്ളതാണോ മാം? ആ, മൈൻഡും ഹെൽത്തും എങ്ങനെയാണ്, ബോഡിയും എങ്ങനെയാണ്, ബോഡി. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ആദ്യം നമ്മുടെ ബ്രെയിൻ ആണ് തീരുമാനിക്കുന്നത്, പിന്നീടാണ് നമ്മുടെ ശരീരം അത് പ്രവർത്തിക്കുന്നുള്ളൂ മാഡം. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ ശക്തമായ ഒരു ശരീരത്തിൽ മാത്രമാണ്, ഒരു ഹെൽത്തി ആയ ശരീരത്തിലാണ് എങ്ങനെയാണ് വളരെ നല്ലൊരു മൈൻഡ് ഉണ്ടായിരിക്കുകയുള്ളൂ അല്ലെ, ക്ലിയർ ആണോ? ഒരു ഹ്യൂമന്റെ മൊത്തത്തിലുള്ള എക്സലൻസിനും അല്ലെങ്കിൽ ഫുൾഫിൽമെന്റിനും വേണ്ടി എന്താണ്, പൂർണ്ണതയ്ക്കും എന്താണ്, ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ മാക്സിം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ക്ലിയർ ആണ്? എന്താണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഒരു ശക്തമായ പറയാം എനിക്ക് ക്ലിയർ അല്ല, ഓരോ സമയത്ത് ക്ലിയർ ആവുന്നില്ല എന്റെ. ഞാൻ പറയുന്നതോ? അതെ മിസ്, ഇടക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, എനിക്ക് കിട്ടണില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കലി അത് കട്ടായി പോവാണ് മാഡം. അത് അവിടുത്തെ കേട്ടോ ലക്ഷ്മിയുടെ. ഓക്കെ അവിടുത്തെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും ചിലപ്പോ. ക്ലിയർ ആയാലും ജോയി ചെയ്യാൻ കിട്ടും. എന്തോ നമുക്ക് ക്ലിയർ ആയാലും നമുക്ക് കട്ടായി പോവില്ലേ, പെട്ടെന്ന് അത് ഫോണൊന്ന് കട്ടായി പോകുമ്പോൾ നമ്മൾ ഒന്നും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട്. എനിക്കും അങ്ങനെ വന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ലക്ഷ്മി മ്യൂട്ട് ചെയ്തോളൂ. എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവും, അപ്പോഴും ക്ലിയർ ആകില്ല. ഓക്കെ, അപ്പോഴും ഇഷ്യൂ വന്നേക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ ഈ ഗ്രീക്ക് ഫിലോസഫറായ അരിസ്റ്റോട്ടലിന്റെ ഒരു മാക്സിം ആണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അതായത് ശക്തമായ ബോഡിയിലാണ്, ശരീരത്തിലാണ്, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുക. അത് തന്നെ, ഒരു ശക്തമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയിലാണ് എന്താ ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടാക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഹ്യൂമന്റെ മൊത്തത്തിലുള്ള എക്സലൻസിനും അല്ലെങ്കിൽ ഫുൾഫിൽമെന്റിനും വേണ്ടി, ഈ ഫുൾഫിൽമെന്റിനും വേണ്ടി എന്താണ്, ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ വേർഡ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ മാക്സിം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, പ്ലീസ് മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അപ്പോ എന്താണ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്യരുതിട്ടോ പ്ലീസ്, ഞാൻ പേര് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വേത. ഫിസിക്കലി മെന്റലി ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ളതിനാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും എന്നല്ലേ നമ്മൾ മുമ്പ് പറയായിരുന്നു, രോഗമില്ലാത്ത അല്ലെങ്കിൽ വൈകല്യങ്ങളില്ലാത്ത, ശ്വേത മ്യൂട്ട് ചെയ്തോളൂ, വൈകല്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് ഹെൽത്ത് എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് അല്ലേ. ഇപ്പൊ കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ മെന്റൽ ഡെവലപ്മെന്റിന് അല്ലെ അതിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഇമോഷണൽ ഡെവലപ്മെന്റിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ അല്ലെ, എല്ലാ ഡെവലപ്മെന്റും കൂടി ചേരുമ്പോഴാണ് ഒരാള് ഹെൽത്തി ആണെന്ന് പറയുന്നത് അല്ലെ. അപ്പോ എങ്ങനെയാണ് ഒരാള് ഫിസിക്കലി ഫിറ്റ് ആണ് അല്ലെങ്കിൽ അയാൾക്ക് ഹെൽത്തി ആണ്, പക്ഷെ അയാൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ്. അത്തരം സിറ്റുവേഷൻസിൽ അയാൾ ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയാൻ പറ്റുമോ?
എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് എല്ലാ ഫാക്ടേഴ്സും ഒരുമിച്ചുണ്ടെങ്കിലാണ് അയാളെ ഹെൽത്തി ആണെന്ന് പറയുന്നത്. നമ്മുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രോഗമില്ലാതിരിക്കുന്ന അവസ്ഥയും വൈകല്യങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിനെയും കൂടിയാണ് നമ്മൾ ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല്? ഷഹന, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ആരാണ് മ്യൂട്ട് ചെയ്യരുതട്ടോ പ്ലീസ്. ഷഹന, എന്താ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ഷഹന എന്നല്ല പേര്? മാം ഞാനാണോ? പറഞ്ഞോളൂ. ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഹെൽത്ത് കിട്ടാൻ എന്തൊക്കെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഉദ്ബോധനം നൽകുക കുട്ടികൾക്കായാലും അവർക്കായാലും കൊടുക്കുക അല്ലെ? എന്താണ് അതിൽ പറയുന്നത്? ടീച്ചിങ് പീപ്പിൾ, ആളുകളെ പഠിപ്പിക്കുക അല്ലെ? എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്തിന്? ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത്. അവരുടെ ഹെൽത്തിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം അല്ലെങ്കിൽ പരിപാലിക്കണം എന്നതിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക അല്ലെങ്കിൽ നോളജ് കൊടുക്കുന്നതിനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അതിൽ ഉൾപ്പെടുന്നത്? എന്തിനെ കുറിച്ചൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ? ഒന്നുകൂടെ പറഞ്ഞു മിസ്സേ. ഫുഡ്. പറയാം. എല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്യല്ലേ പ്ലീസ്. ഒന്നുകൂടി പറയാനല്ലേ? പറഞ്ഞുതരാം. അപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ടീച്ച് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്തിനെ കുറിച്ച്? അവരുടെ ഹെൽത്തിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, എങ്ങനെ പരിപാലിക്കണം എന്നതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നതിനെയാണ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ് പീപ്പിൾ ഹൗ ടു ടേക്ക് കെയർ ദെയർ ഹെൽത്ത്, എങ്ങനെ അവരുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യണം എന്നതിനെ കുറിച്ച് അവരെ പഠിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പഠിപ്പിക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡഡ് ആണ്? ഫുഡ് ഐറ്റംസ്, വാട്ടർ, ഫ്രഷ് എയർ, പ്രോപ്പർ റെസ്റ്റ്, ഫിസിക്കൽ എക്സർസൈസ്. നമ്മുടെ എന്തൊക്കെയാണ്? ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കാം അല്ലെ? ന്യൂട്രീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ്? ഹൈജീനെ പറ്റിയിട്ട്. ഹൈജീനെ കുറിച്ച് പഠിപ്പിക്കാം. പിന്നെ ഫിസിക്കൽ എക്സർസൈസ്. എക്സസൈസ്. ഓക്കെ, വെരി ഗുഡ്. എക്സസൈസിനെ കുറിച്ച് പഠിപ്പിക്കാം. ഹെൽത്തി ബിഹേവിയർ. ഓക്കെ, ഹെൽത്തി ബിഹേവിയറിനെ കുറിച്ച് പറയാം. ഫുഡ് മ്യൂട്ട് ചെയ്യൂ. സ്നിത കണ്ടിന്യൂ. സ്നിത, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. പറയൂ സ്നിത. എൻവയോൺമെന്റൽ സാനിറ്റേഷൻ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ കുട്ടികൾ ബാലൻസ്ഡ് ഡയറ്റ്, പിന്നെ പ്രൊട്ടക്റ്റബിൾ ഡിസീസിനെ കുറിച്ച് അത് വരുന്നില്ലേ? അതിനെ കുറിച്ച് പഠിപ്പിക്കാം അല്ലേ? നോൺ കമ്മ്യൂണിക്കബിൾ ആണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഇൽനെസ്സിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ, സ്മിത മ്യൂട്ട് ചെയ്തോളൂ. ഇത്രയും പോയിന്റ് അല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? അയാൾ മാത്രം. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച്. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പഠിപ്പിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ്. ഗുഡ് ഹാബിറ്റ്സ്, ബാഡ് ഹാബിറ്റ്സ്. നല്ല ആരോഗ്യത്തിന് വേണ്ടി മുൻകരുതലും പ്രതിരോധ നടപടികളും സ്വീകരിക്കുക. ഓരോരുത്തരും പറയാം. ജിജി കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ജിജി പറയൂ. പേര് ഹൈജീനെ കുറിച്ച്. എന്തോ? സെക്സ് ഹൈജീനെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ. ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ, നസിയ. ഓക്കെ, പിന്നെന്താ? കൃത്യമായിട്ടുള്ള ഉറക്കം. അനു കണ്ടിന്യൂ. അനു മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, പറയൂ. എന്താണ് അനു? കൃത്യമായിട്ടുള്ള ഉറക്കം മാഡം. എന്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ പറഞ്ഞു കൊടുക്കാം? എന്തിനെ കുറിച്ചൊക്കെ പറയാം? നമുക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അല്ലെ? പറഞ്ഞു കൊടുക്കാം. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് അല്ലേ? ഓക്കെ. നമുക്ക് ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ. മാത്രം പ്ലീസ് ലിസൺ.
ഫസീല മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, വേറെ ആരും അൺമ്യൂട്ട് ചെയ്യരുത് ഇൻ ബിറ്റ്വീൻ. ഓക്കെ. നല്ല ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും സ്വീകരിക്കുക. ഓക്കെ. ഇൽനെസിനെ രോഗശമന പരിപാടികളും അതും ചെയ്യാം. ഓക്കെ. പിന്നെ കുട്ടികളുടെ ആരോഗ്യം വികസിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ ഫസീല. ഷഫ്രീൻ എന്നാണോ പേര്? ഓക്കെ. പറയൂ, എന്തൊക്കെയാണ്? മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാലോ. മെന്റലി പോസിറ്റീവ് തിങ്കിങ്, കുട്ടികളുടെ ഇടയിലുള്ള ബിഹേവിയറൽ ഇംപ്രൂവ്മെന്റ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാലോ. ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിപ്പിക്കാം. പിന്നെ എങ്ങനെയാണ് അവോയ്ഡ് ഹാംഫുൾ ബിഹേവിയർ, ഈ ഹാംഫുൾ ആയിട്ടുള്ള ബിഹേവിയർ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് പഠിപ്പിക്കാം. പിന്നെ വേറെ ആരെങ്കിലും പറയൂ, മ്യൂട്ട് ചെയ്തോളൂ. ഉറക്കം ശീലമാക്കുക. പിന്നെ ആണെങ്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുക കുറച്ച് സമയമൊക്കെ. ഓക്കെ. നമ്മുടെ ബോഡിക്കും മൈൻഡിനും ആവശ്യമായ റെസ്റ്റ് അല്ലേ പ്രൊവൈഡ് ചെയ്യണം. അതിനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം. പിന്നെ എന്തൊക്കെയാണ്? ബാഡ് ഹാബിറ്റ്, ഗുഡ് ഹാബിറ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സൈന മ്യൂട്ട് ചെയ്യൂ. ബാഡ് ഹാബിറ്റും ഗുഡ് ഹാബിറ്റും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ ദോഷമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്നും അത് സൊസൈറ്റിയും കൂടി എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും കൂടെ നമുക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും. ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്ക്, എല്ലാത്തിനെ കുറിച്ചും. ഗുഡ് ഹാബിറ്റിനെ കുറിച്ചും ബാഡ് ഹാബിറ്റിനെ കുറിച്ചും നമുക്ക് അവയർനെസ് കൊടുക്കാം. ഓക്കെ ജീന, മ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താന്നുള്ളത് നമുക്കൊരു അവയർനെസ് കൊടുക്കാം കുട്ടികൾക്ക്. ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ചിനെ കുറിച്ചും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ. പിന്നെന്താണ്? ഓക്കെ, ഫൗസിയ മ്യൂട്ട് ചെയ്തോളൂ. നമ്മള് പ്രോപ്പറായിട്ട് വാക്സിൻസ് ഒക്കെ എടുക്കുക കുട്ടികള്. കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, പറയൂ. ഫുഡ് ഡയറ്റിനെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ. നമ്മുടെ ഫുഡ് സ്റ്റൈൽ അല്ലെ, എങ്ങനെയുള്ള ഫുഡ് കഴിക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം. ഹൈജീൻ ആൻഡ് വാഷിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ ദീപ്തി. പിന്നെ നിത്യ എന്തോ ക്ലിയർ ആയില്ല. സറൗണ്ടിങ്സിനെ പറ്റി, സറൗണ്ടിങ്സ് നമ്മള് എൻവയോൺമെന്റ് എന്തോ സെൽഫ് ആൻഡ് സറൗണ്ടിങ് ക്ലീനിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാം. ഓക്കെ നിത്യ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ മാം, അസുഖങ്ങളെ കുറിച്ച് അസുഖങ്ങൾ വന്നാൽ അത് പ്രിവെന്റ് ചെയ്യണത് എങ്ങനെയെന്നുള്ളതും അതിന് സിംറ്റംസ് എങ്ങനെയെന്നുള്ളതും പ്രിക്കോഷൻസ് ഒക്കെ. ഓക്കെ. ഡൊമസ്റ്റിക് ഹൈജീൻ, ഡ്രഗ്സിനെ കുറിച്ച്. ഓക്കെ ജിജി മ്യൂട്ട് ചെയ്തോളൂ. പ്രോപ്പർ സമയത്ത് ഭക്ഷണം കഴിക്കുക. ഓക്കെ. അവോയ്ഡ് ജങ്ക് ഫുഡ്. ഓക്കെ, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കാം. ഓക്കെ. കമ്മ്യൂണിറ്റി ഹൈജീൻ മിസ്. ഓക്കെ. എക്സസൈസ്. ഓക്കെ, എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിക്കാം. പിന്നെന്താണ്? സെക്സ് ഹൈജീനെ കുറിച്ച് നമുക്ക്. ഡെന്റൽ ഹൈജീൻ ആണോ? എന്താണ് ക്ലിയർ ആയില്ല കീർത്തന. സെക്സ് ഹൈജീനെ കുറിച്ചിട്ട്. ഓക്കെ. സെക്സ് ഹൈജീനെ കുറിച്ച്. ഡൊമസ്റ്റിക് ഹൈജീൻ, ഡൊമസ്റ്റിക് ഹൈജീനെ കുറിച്ച്. പിന്നെ എന്തൊക്കെയാണ്? ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച്. നമ്മള് കൃത്യമായിട്ട് എടുക്കേണ്ട വാക്സിനേഷനെ കുറിച്ചിട്ടൊരു പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് കൊടുക്കാം. വാക്സിനേഷനെ കുറിച്ച്. ഓക്കെ. നോളജ് അബൌട്ട് ഫുഡ് ഐറ്റംസ്. എന്തോ? നോളജ് അബൌട്ട് ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ട്. ഐറ്റംസിനെ കുറിച്ച്. പിന്നെന്താണ്? നമ്മുടെ എൻവയോൺമെന്റിലെ വാട്ടർ, എയർ ഒക്കെ എന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ പൊല്യൂട്ടഡ് ആക്കരുത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെന്താണ്? ഡ്രഗ്സിനെ കുറിച്ച് നമ്മളെന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ്, റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ, പ്രോപ്പർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഷെൽട്ടർ,
അതിനെ കുറിച്ചൊക്കെ. ഓക്കെ. അപ്പോ ആരെങ്കിലും ഒരാൾ നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വയം ചികിത്സിക്കാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. പ്ലാസ്റ്റിക് വേസ്റ്റ് എങ്ങനെ കളയണം എന്നുള്ളത് പഠിപ്പിക്കുക. എങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ യൂസേജ് കുറയ്ക്കാം, റെഡ്യൂസ് ചെയ്യാമെന്നും ഇത്തരം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നും പഠിപ്പിക്കണം. ഓക്കെ. ഡിസീസുകളെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാം. മൊബൈൽ ഫോൺ യൂസിങ് ഒരു ലിമിറ്റഡ് ടൈം സെറ്റ് ചെയ്യാം അതിനുവേണ്ടി അല്ലേ. അതിന്റെ അഡിക്ഷനെ കുറിച്ച് ഒരു ക്ലാസ് കൊടുക്കാം. ഓക്കെ. അതുമൂലം ഉണ്ടാകുന്ന പിന്നെന്താ ക്ലിയർ ആയില്ല? മിസ് ഇച്ചിരി ഉറക്കെ പറയാവോ? കേൾക്കാൻ വയ്യ. ഇപ്പൊ ഈ സമയത്ത് മഴയൊക്കെ ഉള്ള സമയമായ കാരണം നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാതെ അതിനുള്ള ഇതൊക്കെ പറയാം. ഓക്കെ. മിസ് സൗണ്ട് ഒന്ന് ഉറക്കെ പറയാവോ? മഴക്കാലപൂർവ്വ ശുചീകരണത്തെ കുറിച്ച് കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെന്താണ്? പെറ്റ്സിനെ കെയർ ചെയ്യുമ്പോ അതിന് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് കൊടുക്കാം. പെറ്റ്സിനെ കെയർ ചെയ്യുമ്പോ അവരൊന്ന് നഖം കൊണ്ട് മാന്തിയാല് അതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കാം കുട്ടികൾക്ക്. പേഴ്സണൽ ഹൈജീനെ കുറിച്ച് ക്ലാസ്സും. പേഴ്സണൽ ഹൈജീനെ കുറിച്ച് വ്യക്തി ശുചിത്വത്തെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം. പിന്നെന്താണ്? സരിത ഷഹന മ്യൂട്ട് ചെയ്തോളൂ. സരിത പറയൂ. വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാം. അതുപോലെ കുട്ടികൾക്ക് ഈ പച്ചവെള്ളമൊക്കെ കുടിക്കുമ്പോ ഇപ്പൊ കൊതുകിന്റെ അതുപോലെ തന്നെ കോളറ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന കാരണം അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള നമ്മൾ എന്താണ് ബോയിൽഡ് വാട്ടർ കൊടുക്കാം. അതിനെ കുറിച്ച് ഒരു ക്ലാസ് കൊടുക്കാം. ഓക്കെ. ഹ്യൂമൻ ബോഡിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാം. ഓക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പകർച്ചവ്യാധികളെ കുറിച്ച് അത് വരാതെ അതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അത്തരം അസുഖങ്ങൾ തടയാം. ഓക്കെ. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? കുട്ടികൾ റോഡിലേക്കൂടെ പോകുമ്പോ എങ്ങനെ പോണം, റോഡ് സുരക്ഷ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ക്ലിയർ ആണല്ലോ? എയർ പൊല്യൂട്ട് ആകാതെ നോക്കാം. എയർ പൊല്യൂട്ട് ആകാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞു കൊടുക്കാം. മുബിഷിറ മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ കുറെ കാര്യങ്ങൾ കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാം, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്തൊക്കെ കൊടുക്കാം ക്ലിയർ ആണല്ലോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീപ ദീപ മ്യൂട്ട് ചെയ്യൂ. ഓക്കെ. എന്താണ് ടീച്ചിങ് പീപ്പിൾ? ഞാൻ മ്യൂട്ട് ചെയ്തു. വേറെ ദീപയായിരിക്കും. വേറെ ദീപയാണ്. 2 ദീപ ഉണ്ടല്ലോ. ഓക്കെ. ഓക്കെ. ടീച്ചിങ് പീപ്പിൾ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദെയർ ബോഡി, അല്ലെങ്കിൽ അവയുടെ ഹെൽത്ത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നതിനെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സൗണ്ട് കുറവാണ്, ഇവിടെ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നതിന്റെ സൗണ്ട് കുറവാണോ? ക്ലിയർ ആണ് മാം. സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ട്, കേൾക്കുന്നില്ല എന്ന് സൗണ്ട്. ഓക്കെ. റേഞ്ച് ഇഷ്യൂ ഉള്ളവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ തോന്നുന്നു. അതെ, നെറ്റ് ഇഷ്യൂ ഉള്ളവർക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ് ടീച്ചിങ് പീപ്പിൾ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത്, അവരുടെ ഹെൽത്ത് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, എങ്ങനെ പരിപാലിക്കണം എന്നതിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞല്ലോ, ഈ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? ഫൗസിയ, ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? ഡിസീസ്, എന്തെങ്കിലുമൊക്കെ ഡിസീസ് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും, അത് ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അസുഖങ്ങൾ വന്നാൽ അല്ലെ, ഡിസീസ് നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൗസിയ മ്യൂട്ട് ചെയ്തോളൂ. ദെൻ ഗൗരി, ഇനി അതേപോലെ നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രോപ്പർ ന്യൂട്രീഷൻ വേണം ബോഡിക്ക്. നമ്മുടെ ഫുഡ്. ഗൗരി
ഓക്കെ പറയൂ എന്താണ് ന്യൂട്രീഷൻസ്. ഓക്കെ ന്യൂട്രീഷൻസിന്റെ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? ന്യൂട്രീഷന്റെ അഭാവം ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ്. പിന്നെന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് വേണം അല്ലേ? പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ അതും ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻലി ശ്രദ്ധിക്കുക, ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്ത് ഉണ്ട്. ഓക്കെ മെന്റൽ ഇമോഷണൽ ഹെൽത്ത് ഉണ്ട്. അതിനെല്ലാം കൂടിയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രോപ്പർ സ്ലീപ്പ് വേണം, സ്ലീപ്പ് അഫക്ട് ചെയ്യാം, ഡിസീസസ് അഫക്ട് ചെയ്യാം, പിന്നെന്തായിരുന്നു? ഫുഡ് ഫുഡ് ഒരു ഫാക്ടറാണ്. ന്യൂട്രീഷൻസിന്റെ അഭാവം ന്യൂട്രീഷൻസിന്റെ അഭാവം, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ. ഫുഡ് ആൻഡ് വാട്ടർ, ബാഡ് ഹാബിറ്റ്സ് ഒക്കെ എഫക്ട് ചെയ്യും. രോഗങ്ങൾ, ഫ്രഷ് എയർ, എല്ലാവരും പ്ലീസ് ക്ലൈമറ്റ്, മ്യൂട്ട് ചെയ്യൂ. ഓക്കെ അനീന പറയൂ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഹെൽത്തിനെ, അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അനീന. ഹലോ, ഓക്കെ പറയൂ. ജെനറ്റിക്സ് നമ്മളെ ഹെൽത്തിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്, നമ്മൾ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ. ഹെറിഡിറ്ററി, പാരമ്പര്യം ഒരു ഘടകമാണ് അല്ലെ? പാരമ്പര്യമായിട്ട് പല രോഗങ്ങളും, ഇപ്പൊ ഒരാൾക്ക് ഷുഗർ ആണെങ്കിൽ, ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, അയാളുടെ മോനോ മകൾക്കോ എന്താണ് അതേ ഏജിൽ എത്തുമ്പോൾ ചാൻസസ് ഉണ്ട് ഷുഗർ വരാനായിട്ട് അല്ലെ? അപ്പൊ ഹെറിഡിറ്ററി ഒരു ഫാക്ടർ ആണ്. ഓക്കെ വെരി ഗുഡ് അനീന. ഓക്കെ ദെൻ പിന്നെ നമ്മുടെ ബിഹേവിയർ ഉണ്ടല്ലോ, പറയൂ അനീന. നമ്മുടെ ബിഹേവിയർ എഫക്ട് ചെയ്യും നല്ല രീതിക്ക്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് എഫക്ട് ചെയ്യും. പിന്നെ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പരിസരം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ അനീന മ്യൂട്ട് ചെയ്തോളൂ. ദെൻ മാനസികാവസ്ഥ, ഞാൻ പേര് വിളിക്കാം, അയാൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ നസിയ കണ്ടിന്യൂ ചെയ്യും. നസിയ. മാനസികാവസ്ഥ, നമ്മുടെ മെന്റൽ ഹെൽത്ത്. ഓക്കെ സ്ട്രെസ് അല്ലെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് അല്ലേ? സ്ട്രെസ്, ടെൻഷൻ. ഓക്കെ പിന്നെന്തൊക്കെയാണ്? അനു പറയൂ. അനു. ഫുഡ് ഫുഡ് നമ്മൾ പറഞ്ഞു, ഫുഡ് ഹെൽത്തിനെ അഫക്ട് ചെയ്യാം. ഓക്കെ പിന്നെന്താണ്? ജങ്ക് ഫുഡ്. പിന്നെന്താണ്? വേറെ ഒന്നുമില്ല. ഇമോഷണൽ ഇംബാലൻസ്. ഓക്കെ ഇമോഷണൽ ഇംബാലൻസ്. ഓക്കെ ലക്ഷ്മി പറയൂ. ലക്ഷ്മി ഏത് പോയിന്റാ? മാം ബാഡ് ഹാബിറ്റ്സ് ഒക്കെ നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുമല്ലോ. ഓക്കെ ബാഡ് ഹാബിറ്റ്സ് നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഹെൽത്തിനായാലും മെന്റൽ ഹെൽത്തിനെ ആയാലും ഇത്തരം ഹാബിറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ലക്ഷ്മി മ്യൂട്ട് ചെയ്തു. അക്ഷര പറയൂ അക്ഷര. റിലേഷൻഷിപ്പ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഓക്കെ നമുക്ക് എൻവയോൺമെന്റിൽ പറയാം. അവരുടെ സറൗണ്ടിങ്സ്, ചുറ്റുപാട്, അവരുടെ സറൗണ്ടിങ്സ് ഒരു കുട്ടിയുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ പിന്നെന്താണ്? ഡിസേബിലിറ്റീസ്. ഓക്കെ അക്ഷരം മ്യൂട്ട് ചെയ്തോളൂ. അക്ഷര. ഓക്കെ നസിയ മ്യൂട്ട് ചെയ്തോളൂ. ദെൻ രാഖി പറയൂ. രാഖി. നമ്മൾ ഹെറിഡിറ്ററി പറഞ്ഞു, പിന്നെന്തായിരുന്നു? എൻവയോൺമെന്റ് പറഞ്ഞു, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തൊക്കെയാണ്? ഫുഡ് പറഞ്ഞു. പിന്നെന്താണ്? അസുഖങ്ങൾ, ഡിസീസിനെ കുറിച്ച് പറഞ്ഞു. ന്യൂട്രീഷൻസിന്റെ അഭാവത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഈ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അത് ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, മെന്റൽ ഡിസേബിലിറ്റീസ് വരില്ലേ? ഡിസേബിലിറ്റീസ്. മാം സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംപ്ഷൻ. ഓക്കെ മ്യൂട്ട് ചെയ്യൂ. രാഖി മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ സോഷ്യൽ കണക്ഷൻസ്. ഓക്കെ സോഷ്യൽ കണക്ഷൻസ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? രാഖി. സമൂഹത്തിലെ പറയൂ. ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. രാഖി മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ സോഷ്യൽ കണക്ഷൻസ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അല്ലേ? ലൈഫ് സ്റ്റൈല് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. നമ്മൾ ഏത് രീതിയിലാണോ ജീവിക്കുന്നത്, ആ ജീവിത രീതി. ഓക്കെ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിൻസ്. എന്തോ? ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിൻ. ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിൻസ്. ഓക്കെ
മാം സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആൻഡ് ഡ്രഗ്സ് ഒക്കെ. സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അതൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്താം. ഓക്കെ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ ഓക്കെ. വേറെ ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ പ്ലീസ്. ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ക്ലൈമറ്റ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ്, അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ക്ലൈമറ്റ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് മൂലം നമുക്ക് പലതരം അസുഖങ്ങൾ വരാറുണ്ട് അല്ലേ? ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ജിജി മ്യൂട്ട് ചെയ്തപ്പോഴേക്കും. ഈ യാത്രാ സൗകര്യങ്ങളൊക്കെ ഇല്ലാതൊക്കെ വരുമ്പോ ഇല്ലാത്തത് മൂലം കുറെ പ്രശ്നങ്ങൾ മനസ്സിൽ അനുഭവപ്പെടുമല്ലോ. ഓക്കെ അങ്ങനെ. മാം പിന്നെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. മോറോവർ എങ്ങനെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും അല്ലെ. നമ്മൾ ചിലപ്പോൾ സ്ട്രെസ്ഡ് ആവും, ടെൻഷൻ വരും അല്ലെ. ഹോർമോൺ ചേഞ്ചസ് ഒരു ഫാക്ടർ ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഈ ടൈമില് ഇന്നലെ ഞാനൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ആരും അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. ഓക്കെ, ആരും അൺമ്യൂട്ട് ചെയ്യരുത്. അപ്പോ 2 അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? യോഗയുടെ നിങ്ങൾക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടൻസ് എഴുതുക, യോഗയെ കുറിച്ച് എഴുതുക. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, അതിനുശേഷം ആ യോഗയുടെ ഏതെങ്കിലും ഒരു പോസ്, ഓക്കെ, ഒരു പിക്ചർ അവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം, ഒട്ടിക്കാവുന്നതാണ്. അതിന് താഴെ നിങ്ങൾക്ക് എന്തറിയാം, യോഗയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? യോഗ ചെയ്യുന്നവരും ചെയ്യാത്തവരും ഉണ്ടായിരിക്കാം ഇതിലല്ലേ. അപ്പൊ യോഗ ചെയ്യുന്നവർക്ക് അതിനെക്കുറിച്ച്, അതിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കും, കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. ഇപ്പൊ യോഗയെ കുറിച്ച് അറിയാത്തവരുണ്ടായിരിക്കാം അല്ലെ, യോഗ ചെയ്യാത്തവരുണ്ടായിരിക്കാം. അവർക്കും വന്നാലും ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ യോഗ എന്ന് പറയുമ്പോ എന്താണെന്ന്. മിസ്, ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് ലീവ് ആക്കുവാണേ. ഓക്കെ. അപ്പോ അതിനെക്കുറിച്ച്, യോഗയെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതുക. അതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? ഒരു പിക്ചർ അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു പോസ്ചർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്, യോഗയുടെ ഡിഫറെന്റ് പോസസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഒരു പോസ് അവിടെ പേസ്റ്റ് ചെയ്യണം. അതിന് താഴെയാണ് നിങ്ങൾ യോഗയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇൻ ദ സെൻസ് ഒരു എസ് ഒന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ. മിനിമം 10 സെന്റൻസ് എങ്കിലും ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. മ്യൂട്ട് ചെയ്തോളൂ. മിസ് ഒന്നുകൂടി പറഞ്ഞു തരുമോ അത്? പറയാം. അപ്പോ 2 അസൈൻമെന്റ് തന്നിരുന്നത് ഇന്നലെ. ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 2 അസൈൻമെന്റ് ആണ് തന്നിരുന്നത്. മലയാളത്തിലല്ല, ഇംഗ്ലീഷിൽ എഴുതണം. ഓക്കെ, ഇംഗ്ലീഷിലാണ് അസൈൻമെന്റ് എഴുതേണ്ടത്. പോസസിന് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും ഒരു യോഗ ചെയ്യുന്ന ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പേപ്പേഴ്സിലൊക്കെ യോഗ ഡേയിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പിക്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് പോസസിന്റെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതിൽ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് ആ A4 ഷീറ്റിലാണ് എഴുതുന്നതെങ്കിൽ ആ A4 ഷീറ്റിൽ പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതിന് താഴെയാണ് യോഗയെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അത് എഴുതേണ്ടത്. അതാണ് ഫസ്റ്റ് അസൈൻമെന്റ്. സെക്കൻഡ് അസൈൻമെന്റ് എന്തായിരുന്നു? ഒരു ഹെൽത്തി സ്നാക്കിനെ കുറിച്ച് അല്ലേ. അപ്പോ ആ ഒരു ഹെൽത്തി സ്നാക്സ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കാം, ആ ടോപ്പിക് എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് എന്താ ഇൻഗ്രീഡിയൻസ് എഴുതാം. ഓക്കെ, റെക്കോർഡ് ബുക്കിലല്ല, A4 ഷീറ്റില്. ഓക്കെ, A4 ഷീറ്റിലാണ് അസൈൻമെന്റ് എഴുതേണ്ടത്. A4 ഷീറ്റിലാണ്. റെക്കോർഡ് ബുക്കിൽ ചെയ്യാനുള്ള വർക്ക് തരാം. ഓക്കെ, അപ്പൊ എന്താണ്? എക്സ്ക്യൂസ് മീ മാഡം, ഒരു ഡൗട്ട് പറയട്ടെ. ഇനിയിപ്പോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കില് എഴുതി വെച്ചത് പിക്ചർ ഒട്ടിക്കാത്തതാണെങ്കിൽ നമുക്ക് വേറെ പിക്ചർ പേസ്റ്റ് ചെയ്തിട്ട് അത് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, എന്താ ഡൗട്ട് വരാൻ കാരണം? ഞാനത് ചെയ്ത് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പിക്ക് ഞാൻ ഒട്ടിച്ചു. ടീച്ചർ ഞാനും ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. 2ഉം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലക്ഷ്മി വെയിറ്റ് ചെയ്യൂ. പറയാം. നിങ്ങൾ എല്ലാവരും ആ വീഡിയോ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം. അപ്പൊ ഇതും കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ. രണ്ടാമത്തെ അസൈൻമെന്റ് എന്തായിരുന്നു? ഒരു ഹെൽത്തി സ്നാക്കിനെ കുറിച്ചായിരുന്നു അല്ലേ. അപ്പൊ ഹെൽത്തി സ്നാക്സിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതാം, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് എഴുതാം. അതിന് താഴെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ പിക്ചേഴ്സ് ഒട്ടിക്കാം. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് ആ ഇൻഗ്രീഡിയന്റ് സെലക്ട് ചെയ്തു, അതിന്റെ ബെനിഫിറ്റ്, ആ ഇൻഗ്രീഡിയൻസിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചും ജസ്റ്റ് 1 or 2 സെന്റൻസിൽ ഒന്ന് ജസ്റ്റ് അവിടെ എഴുതണം. ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് അസൈൻമെന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്.
ഫസ്റ്റ് ഏതാണ് ഹെൽത്തി സ്നാക്സ് എന്ന് എഴുതാ, അതിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതാ. ഓക്കെ, ഇതെങ്ങനെ അത് മേക്ക് ചെയ്യാം. അതിനുശേഷം അതിന് താഴെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ പിക്ചർ ഒട്ടിക്കണം, പിക്ചർ പേസ്റ്റ് ചെയ്യണം. ചെറിയ പിക്ചർ മതി. അതിന് നേരെ ഓക്കെ ആ ഇൻഗ്രീഡിയൻസിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഹെൽത്തി സ്നാക്ക് ആണല്ലോ, അപ്പൊ അതിന്റെ ബെനിഫിറ്റ് 1 or 2 സെന്റൻസിൽ എഴുതിയാൽ മതി. ക്ലിയർ ആണോ? അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന്. മിസ് ഒരു ഡൗട്ട് ഉണ്ട്, മാർക്ക് ഉണ്ടോ അസൈൻമെന്റിന്? മാർക്ക് ഉണ്ട്. ഇതിനു മുമ്പ് വേറെ അസൈൻമെന്റ് തന്നിട്ടുണ്ടോ മാം ഈ 2 അല്ലാതെ? ഇല്ലില്ല, തന്നിട്ടില്ല. അത് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ഇതിൽ നമ്മൾ അപ്ലോഡ് മാർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടോ? എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ ഒന്നും. എന്തോ അതിന് മാർക്ക് ഉണ്ടായിരുന്നു, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആക്ടിവിറ്റീസിലൊന്നും. ആക്ടിവിറ്റീസ് നോട്ട്ബുക്കിൽ തന്നെ ചെയ്താൽ മതിയല്ലോ. ആക്ടിവിറ്റീസ് നോട്ട്ബുക്കിലാണ്, അത് നമ്മളിപ്പോ ഇതേപോലെ ക്ലാസ് റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അസൈൻമെന്റ് മാത്രം. ഓക്കെ, ആക്ടിവിറ്റീസ് മാർക്ക് ഉണ്ടോ? അത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇവാലുവേഷൻ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്താണ് മാർക്ക് ഇടുന്നത്. ഓക്കെ, ആക്ടിവിറ്റീസ്. ഓക്കെ, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ ക്ലാസ് ഒന്നും, എന്റെ മൊബൈൽ ചെറുതായിട്ട് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൽ ആക്ടിവിറ്റീസ് തരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എല്ലാ ആക്ടിവിറ്റീസും എന്താണ് പെർഫോം ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ടൈം ഇല്ലല്ലോ. അപ്പൊ എന്താണ്, അപ്പോ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അസൈൻമെന്റ് മാത്രമാണ് ശ്രദ്ധിക്കുക, അസൈൻമെന്റ് മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റീസ് ആരും ദൈവത്തോർത്ത് അപ്ലോഡ് ചെയ്യരുത് കേട്ടോ. ഡേറ്റ് ഉണ്ടോ സബ്മിഷന്? പറയാം, ഡേറ്റ് ഞാൻ പറയാം. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്, മാർക്കാ ടീച്ചർ ഇതിന് അസൈൻമെന്റിന്? അത് പറയാട്ടോ, പറയാം. മാം ഒരു ഡൗട്ട് ഉണ്ട്, ഇത് പാരഗ്രാഫ് ആയിട്ട് എഴുതണോ അല്ലെങ്കിൽ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതിയോ? അത് ഡിപ്പെൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഓക്കെ ഓക്കെ മാം, നമുക്കിത് ലാപ്ടോപ്പില് വേർഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇൻസ്റ്റെഡ് ഓഫ് അസൈൻമെന്റ് ഷീറ്റ്സ്? ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു ഹാർഡ് കോപ്പി കീപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ബെനിഫിറ്റ്സ് ആയാലോ, അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പറഞ്ഞില്ല, അസൈൻമെന്റ് മാത്രം അപ്ലോഡ്, ആക്ടിവിറ്റി എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. ആക്ടിവിറ്റി നമ്മൾ ക്ലാസ് ടൈമിലല്ലേ, ഇതേപോലെ ഈ ക്ലാസ് ടൈമിലാണ് ഡിസ്കസ് ചെയ്യാറ്. ആക്ടിവിറ്റീസ് തരുമ്പോൾ അല്ലേ, 2 ആക്ടിവിറ്റി ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സാധാ നോട്ട്സിൽ എഴുതിയാൽ മതിയോ? നമ്മള് സാധാരണ നോട്ട്ബുക്കിലാണ് എഴുതാൻ പറഞ്ഞിരുന്നത് ഞാൻ. അങ്ങനെ എഴുതത് ലക്ഷ്മി. ഓക്കെ മാം. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഞാൻ പേര് വിളിക്കുന്ന ആള് മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അസൈൻമെന്റിനെ കുറിച്ച് ക്ലിയർ ആണെന്ന് കരുതുന്നു. അതിന്റെ ഒരു എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ക്ലാസ് റൂമിൽ കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോ ഇനി ആരാണ് ആക്ഷൻ സോങ്? ഞാൻ ചെയ്യട്ടെ സരിത? പ്ലീസ് മ്യൂട്ട് ചെയ്യും. ഞാൻ പേര് വിളിക്കാം. അഫ്ന. ഓക്കെ മിസ്, ഒരു മിനിറ്റ്. ഓക്കെ മിസ്, ഞാനും ചെയ്യാം. ഞാൻ പേര് വിളിക്കാടാ പ്ലീസ്. എല്ലാരും കൂടി അൺമ്യൂട്ട് ചെയ്യല്ലേ. അഫ്ന. ഒരു മിനിറ്റ്. ഓക്കെ. കാണാമോ മിസ്? ഓക്കെ അഫ്ന. Today I am going to sing a song of magical words. If you want something, what will you say? What will you say? I will say please. I will say please. That's what I say. If you had someone, what will you say? What will you say? I will say sorry. That's what I say. If you get something,
What will you say? What will you say? I will say thank you. I will say thank you. That what I say. That what I say. Thank you, miss. ഓക്കെ അഫ്ന, വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടോ അഫ്ന. സരിത, സരിത, വേറെ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. സരിത, അഫ്ന മ്യൂട്ട് ചെയ്തോളൂ അഫ്ന. ഓക്കെ, സരിത. സരിത, സരിത പോയോ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. വാഷ് ദ ആപ്പിൾ, വാഷ് ദ ആപ്പിൾ. സരിത, സരിത വീഡിയോ ഓൺ ആക്കൂ. വീഡിയോ ഓക്കെ മാം. വീഡിയോ വീഡിയോ ഓൺ ആക്കൂ. ഓൺ ആണോ? എനിക്ക് കാണുന്നില്ല. ഓൺ ആയോ മാം? ഓൺ ആയോ? സരിത, ലിസൺ സരിത, ക്യാമറ ബാക്ക് ക്യാമറയാണ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. സരിതയെ കാണുന്നില്ലല്ലോ. ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോ ഇൻ ബിറ്റ്വീൻ നമുക്ക് നസിയക്ക് ചാൻസ് കൊടുക്കാം. ഓക്കെ സരിത ചെക്ക് ചെയ്യാതൊന്ന്. ഓക്കെ നസിയ, നസിയ, നസിയ എന്തിയ? നസിയ മിസ് കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. Brush, brush, brush your teeth, brush it every day. Father, mother, brother, sister, brush it every day. Wash, wash, wash your face, wash it every day. Father, mother, brother, sister, wash it every day. Comb, comb, comb your head, comb it every day. Father, mother, brother, sister, comb it every day. Eat, eat, eat your food, eat it every day. Father, mother, brother, sister, eat it every day. Drink, drink, drink your milk, drink it every day. Father, mother, brother, sister, drink it every day. Thank you, ma'am. ഓക്കെ നസിയ, ടെൻഷൻ ഉണ്ടോ നസിയക്ക്? കുറച്ച് ചിരിച്ച് ഇതേപോലെ ചെയ്യണം. ഓക്കെ, സ്മൈൽ ആക്ഷൻ സോങ് ചെയ്യണം. ഓക്കെ നസിയ, നന്നായിട്ടുണ്ടായിരുന്നു. സരിത റെഡി ആയോ? സരിത, ഷെൽബ, 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 ഷെൽബില്ല. കാണാൻ പറ്റുമോ? ഇപ്പൊ കാണാം. ഓക്കെ ഓക്കെ. Open, close, open, close. Everybody clap, clap, clap. Open, close, open, close. Everybody touch your eyes. Open, close, open, close. Everybody clap, clap, clap. Open, close, open, close. Everybody touch your nose. Open, close, open, close. Everybody clap, clap, clap. Open, close, open, close. Everybody touch your ears. Open, close, open, close. Everybody clap, clap, clap. Open, close, open, close. Everybody touch your head. ഷെൽബ നന്നായിട്ട് ചെയ്തു. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം ഈ ഒരു റൈമിലൂടെ, ആക്ഷൻ സോങ്ങിലൂടെ? ഷെൽബ, ബോഡി പാർട്സ് പഠിപ്പിക്കാൻ. ഓക്കെ ഓക്കെ. കീർത്തന. ഓക്കെ ഷെൽബ മ്യൂട്ട് ചെയ്തോളൂ. കീർത്തന, കീർത്തന കാണാൻ പറ്റുന്നുണ്ടോ മാം? കാണുന്നില്ല.
സരിത വെയിറ്റ് ചെയ്യൂ. ഓക്കെ ചെയ്യാട്ടെ. സരിത വെയിറ്റ് ചെയ്യൂ. കീർത്തന മാം എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യാവേ. സരിത സരിത. ഓക്കെ. അയ്യോ സരിത. Watch the apple just now. Cut the apple, cut the apple, cut the apple just now. Share the apple, share the apple, share the apple just now. Eat the apple, eat the apple, eat the apple just now. Okay, Sarida, very good. Okay. Then Kirtana, ready ആയോ? അത് ഒരു ട്രബിൾ ഉണ്ടായിരുന്നു ക്യാമറയിൽ, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് കീർത്തനക്ക് കൂടി ഒന്ന് ചാൻസ് തരാം. ബാക്കിയുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്താൽ മതി. ഓക്കെ ഇത് ഞാനും പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ രീതിയൊന്നും അറിയണില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്നു. കുറെ പേര് ചെയ്തില്ലേ, അതുപോലെ കണ്ടുപിടിച്ചോളൂ കേട്ടാ. എല്ലാരും ചെയ്യണത് വാച്ച് ചെയ്തോളൂ. ഓക്കെ കീർത്തന. Okay, ma'am. Okay. Today I am going to sing a song for self-introduction. Hello friends, hello friends. My name is Joy. My name is Joy. Hello friends, hello friends. I am a boy. I am a boy. Hello friends, hello friends. My father name is John. My father name is John. Hello friends, hello friends. My mother name is Mary. My mother name is Mary. Hello friends, hello friends. My favorite color is blue. My favorite color is blue. Thank you, ma'am. Okay, Kirtana, very good. Sorry, ഉണ്ടാക്കിയതാണ് സെൽഫ്. ഓക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് തരാം. അപ്പൊ അസൈൻമെന്റിന് ലാസ്റ്റ് ഡേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു 1 വീക്ക് പോരെ? നെക്സ്റ്റ് ഫ്രൈഡേ ആവുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്യാലോ? അപ്ലോഡ് ആവണില്ല, അത് എങ്ങനെയാന്ന് വോയിസ് കേട്ടിട്ടും മനസ്സിലാവുന്നില്ല. ഇല്ല ഇന്നലെ രാത്രി തൊട്ട് നോക്കുന്നുണ്ട് മാഡം, അത് ഫെയിൽഡ് എന്നാ വരുന്നത്. ഓക്കെ ലക്ഷ്മി, നേരത്തെ ആരാ സബ്മിറ്റ് ചെയ്തത്? ആരാ നേരത്തെ ആരോട് പറഞ്ഞില്ലേ? ഞാനാണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഷഹന, ഒന്ന് പറയാ എങ്ങനെയാ അപ്ലോഡ് ചെയ്തത്? അത് നമ്മള് അസൈൻമെന്റ് എടുത്ത അസൈൻമെന്റ് ക്രിസ്ത്യൻ ഉണ്ടാവുന്നത് അതിൽ തന്നെ ഉണ്ടാവും. ലക്ഷ്മി മ്യൂട്ട് ചെയ്യൂ. ലക്ഷ്മി മ്യൂട്ട് ചെയ്യൂ. ഓക്കെ ഷഹന കണ്ടിന്യൂ. ഓക്കെ ജസ്റ്റ് ഞാന് കാണിച്ചു തരാം. ക്ലാസ് റൂമില് നമ്മൾക്ക് ക്ലാസ് റൂം എടുത്താൽ നമുക്ക് അതില് അസൈൻമെന്റ് എന്നുള്ള ക്ലാസ് വർക്കില് അസൈൻമെന്റ് MT4 PDF ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്താല് അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാണാല്ല, നോക്കട്ടെ. അസൈൻമെന്റ് ഒറ്റ മിനിറ്റ്, ഞാൻ അത് നോക്കിയിട്ട് പറഞ്ഞാ മതിയോ? മതി. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേക്കുള്ളിൽ എല്ലാവർക്കും സബ്മിറ്റ് ചെയ്യാലോ? ഓക്കെ മാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഷഹന. അസൈൻമെന്റ് ഞാൻ ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കട്ടെ? പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഷഹന പറയൂ. അസൈൻമെന്റ് MT4 എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അടിയിൽ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഒരു പ്ലസ് സബ്മിറ്റ് ചെയ്യാനുള്ള പ്ലസ് ഓപ്ഷൻ കാണിക്കും അവിടെ. ഹലോ, ആഡ് വർക്ക് എന്ന് കാണിക്കും. ആഡ് വർക്ക് കാണിക്കും. അപ്പൊ അവിടെ ഒരു പ്ലസ് എന്നിട്ട് ഓരോ ഫോണിലും ഓരോന്നായിരിക്കും. അപ്പൊ നമ്മള് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്താല് നമുക്ക് അതില് ആഡ് ഓർ ക്രിയേറ്റ് എന്നുള്ളത് ഓപ്ഷൻ ഉണ്ടാവും. ഹലോ
പറഞ്ഞോളൂ. ആഡ് ഓർ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മളത് PDF ആയിട്ടാണോ സേവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ നമ്മള് എന്റെ ഫോണിലുള്ളത് ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഫയൽ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതില് ഗൂഗിൾ ഡ്രൈവ് എടുത്താല് നമുക്ക് മൈ ഡ്രൈവില് പോവാം. മൈ ഡ്രൈവിലോ അതല്ലെങ്കിൽ അപ്ലോഡ് കൊടുത്തിട്ട് ബ്രൗസ് അടിച്ചു കൊടുക്കാം. അപ്ലോഡ് കൊടുത്തിട്ട് ബ്രൗസ് ചെയ്താല് അതില് ഫോട്ടോ ലൈബ്രറി ഉണ്ടാവും, ടേക്ക് ഫോട്ടോ ഉണ്ടാവും, ചൂസ് ഫയൽസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഫയലാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ ഫയലിൽ നിന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യാം. അതല്ല ഫോട്ടോ എടുത്ത് ഗാലറിയിലാണെങ്കിൽ ഫോട്ടോ ലൈബ്രറി എടുത്തിട്ട് അതിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ലക്ഷ്മി ഇതേപോലെയാണോ ലക്ഷ്മി അപ്ലോഡ് ചെയ്തത്? ഓക്കെ ഷാന മ്യൂട്ട് ചെയ്തോളൂ. കണ്ടു നോക്കട്ടോ. ക്ലാസ് റൂമിലുള്ള വീഡിയോ ആണോ വോയിസ് ആണോ? വീഡിയോ ഉണ്ട്. ഓക്കെ വീഡിയോ ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. പ്രോപ്പറായിട്ട് ഒന്നുകൂടെ ചെയ്യൂ. ഫ്രൈഡേ ലക്ഷ്മി ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, പക്ഷെ എന്റെ അപ്ലോഡ് ഫെയിൽഡ് എന്നാ വരുന്നത്. ഇപ്പൊ ഇവര് പറഞ്ഞോണ്ടിരിക്കുമ്പോഴും ഞാൻ ചെയ്തോണ്ടിരുന്നു, അങ്ങനെ വരുന്നത്. ആണോ? അത് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ നെക്സ്റ്റ് ഫ്രൈഡേ ക്ലിയർ ആണ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് നെക്സ്റ്റ് ഫ്രൈഡേ. ഡേറ്റ് എന്താണ്? 12. ഓക്കെ 12. മിസ് ഒരു പേജ് അല്ലേ എഴുതേണ്ടതുള്ളൂ? 1 പേജ് മതി. ഓക്കെ 1 പേജ് മതി. ഓക്കെ നമുക്ക് എന്തായിരുന്നു, നമ്മൾ ഹെൽത്ത് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഹെൽത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ? രോഗമില്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല, അല്ലെങ്കിൽ വൈകല്യം ഇല്ലാത്ത ഒരു അവസ്ഥ മാത്രമല്ല എന്തെന്ന് ഹെൽത്ത് എന്ന് പറയുന്നത്. എന്തുകൂടിയാണ്? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് എല്ലാം കൂടി ചേരുന്നതാണ്. നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള ക്ഷേമം എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ദെൻ ഹൈജീൻ. മറ്റൊരു ടോപ്പിക്കാണ് ഹൈജീൻ. ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താ? ശുചിത്വം എന്താണ്? മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഹെൽത്തി ആയിരിക്കുന്നതിനും അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടി എന്താണ് നമ്മളും നമ്മുടെ സറൗണ്ടിങ്സും ക്ലീൻ ആയിരിക്കുക അല്ലെ? ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രാക്ടീസ് ആണ് ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളും നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണ് ക്ലീൻ ആയിട്ട് ഇരിക്കേണ്ടതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ്, ചില കാര്യങ്ങളെയാണ് ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വം എന്ന് പറയുന്നത്. അപ്പോ ഹൈജീൻ എന്ന വേർഡ് ഗ്രീക്കിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തു വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഗ്രീക്കിലെ ഒരു വേർഡായ ഹൈജീന ആ വേർഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഹൈജിയ. ഓക്കെ, ഹൈജിയ HYGIEIA. ഗ്രീക്കിലെ ഹൈജിയ എന്ന വേർഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ള വേർഡാണ് ഹൈജീൻ എന്ന് പറയുന്നത്. ഹൈജിയ മീൻസ് എന്താണ്? ഹെൽത്ത് എന്നാണ് അർത്ഥം. ഹൈജിയ എന്ന് പറഞ്ഞാല് ഹെൽത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, ഗ്രീക്കിലെ ഗോഡസ് ഓഫ് ഹെൽത്ത് ആണ്. ഗ്രീക്കിലെ ഏതാണ്? ആരോഗ്യത്തിന്റെ ദേവതയാണ് ഹൈജിയ എന്നറിയപ്പെടുന്നത്. ഹൈജിയ മീൻസ് ഹെൽത്ത് എന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ? നമ്മളും നമ്മുടെ ചുറ്റുപാടും ക്ലീൻ ആയിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രാക്ടീസുകളെയാണ് ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈജീൻ ഉണ്ടല്ലോ. ഏതൊക്കെയാണ് ഹൈജീൻ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈജീൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? ലക്ഷ്മി ഏതെങ്കിലും ഒരു ഹൈജീൻ പറയൂ. സെൽഫ് ബോഡി ക്ലീനിങ്. നമുക്ക് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയാം അതിനല്ലേ? എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ലക്ഷ്മി? നമ്മള് ഡെയിലി ബാത്തിങ്, ബ്രഷിങ്, അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ് ആൻഡ് സെൽഫ് ക്ലീനിങ്ങില് എന്താണ് വെൽ ഡ്രസ്, സെൽഫ് എന്താണ് ഡെയിലി കോംബ് അവർ ഹെയർ ആൻഡ് ക്ലീൻ ആൻഡ് നീറ്റ്ലി. അത്ര തന്നെ. ഓക്കെ, നമ്മളെന്താണ് ഡെയിലി ബാത്ത് ചെയ്യണം, പിന്നെന്താണ് ബ്രഷ് ചെയ്യണം, ഹാൻഡ് ഹൈജീൻ, അങ്ങനെ പലതരത്തിൽ നമ്മൾ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, പിന്നെ ഡെയിലി കട്ട് ചെയ്യുക. അല്ല ഡെയിലി അല്ല, നെയിൽസ്. ഓക്കെ, ഓക്കെ, പിന്നെ വേറെ ഏത് ഹൈജീൻ അറിയാമോ? ലക്ഷ്മി മ്യൂട്ട് ചെയ്തോളൂ. പിന്നെന്താണ്? പേഴ്സണൽ ഹൈജീൻ പറഞ്ഞു. ഫുഡ് ഹൈജീൻ ഉണ്ട് അല്ലേ? ഫുഡ് ഹൈജീനിൽ എന്തൊക്കെയാണ്? ധനീഷ, കൊതുകൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള
ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ കെട്ടി കിടക്കുന്ന വെള്ളം. ഫുഡൊക്കെ നമ്മൾ നന്നായിട്ട് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കണം. പിന്നെ ഹാൻഡ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. പാത്രങ്ങളൊക്കെ നല്ല ക്ലീൻ ആക്കി വേണം. ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആണ് വാഷ് ചെയ്യണം എന്നുള്ളത് അല്ലേ? നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് വെജിറ്റബിൾസ് എന്താണ് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ പറയൂ ഗൗരി, കണ്ടിന്യൂ ചെയ്തോളൂ. വേറെ ആരാണ് പറയൂ. നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മൾ വച്ചിരിക്കുന്ന പാത്രങ്ങൾ കഴുകി വെച്ചതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതൊക്കെ നന്നായിട്ട് കഴുകി വേണം ഫുഡ് കുക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ അധികം സംസാരിക്കരുത് അന്നേരം. കാരണം നമ്മുടെ വായിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫുഡിലേക്ക് വീഴും. അതൊക്കെ മോശമായിട്ടുള്ള ഒരിതാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ ഫുഡ് ഹൈജീനിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഹാൻഡ് വാഷ് ചെയ്യണം എന്ന് പറഞ്ഞു. കുക്ക് ചെയ്യുന്നതിന് മുൻപ് വെജിറ്റബിൾസ് എന്തായാലും നമ്മൾ എന്താണ് കുക്ക് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഫുഡ് സ്റ്റോറേജ് ചെയ്യണത് എങ്ങനെയായിരിക്കണം? ഫുഡ് സ്റ്റോറേജ് വാഷ് ചെയ്ത പാത്രത്തിലാണ് സ്റ്റോറേജ് ചെയ്യേണ്ടത്. ഈച്ച മറ്റുള്ള സാധനങ്ങളൊന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. അഫ്ന കണ്ടിന്യൂ. ഫുഡ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കണം അല്ലേ? നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് ആണെങ്കിലും കുക്ക് ചെയ്യാനുള്ളതാണെങ്കിലും വെജിറ്റബിൾസ് എല്ലാം എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. പിന്നെന്താണ്? പിന്നെന്തൊക്കെ കാര്യങ്ങൾ പറയാം ഈ ഫുഡ് ഹൈജീൻ? വൃത്തിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. കീർത്തന, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. കീർത്തന മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. പേഴ്സണൽ ഹൈജീൻ. ഫുഡ് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഫുഡ് ഹൈജീനുമായി ബന്ധപ്പെട്ട് ഈ സ്നീസിങ് ടൈമിൽ ഞങ്ങൾ ക്ലോസ് യുവർ മൗത്ത്, അതായത് മൗത്ത് ക്ലോസ് ചെയ്തിട്ട് വേണം. ഞങ്ങളിപ്പം ഭക്ഷണം പാകുന്ന സമയത്ത് സ്നീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മൗത്ത് ക്ലോസ് ചെയ്യണം. പിന്നെ പച്ചക്കറി, അതായത് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴുകണം. പിന്നെ നമ്മുടെ ഹാൻഡ്സ്, അതായത് ഹാൻഡ് എപ്പോഴും വൃത്തിയായിരിക്കണം. ഒരു തുണി എപ്പോഴും അടുത്തുണ്ടായിരിക്കണം. അപ്പം കഴുകി വൃത്തിയാക്കാൻ ഞങ്ങളുടെ ഹാൻഡ് തോർത്താനായിട്ട് എപ്പോഴും ഒരു തുണി അടുത്തുണ്ടായിരിക്കണം. ഒരു വെറ്റായ ഒരു തുണി അടുത്തുണ്ടായിരിക്കണം. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നാൽ അധികവും ഈ സാൾട്ടിലും ടർമറിക് പൗഡറിലും ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ട് അത് വൃത്തിയാക്കി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമ്മള് ഫുഡ് കുക്ക് ചെയ്യുമ്പോ ഫ്രിഡ്ജിൽ വെച്ച് ഫുഡ് ഒഴിവാക്കുക. നമ്മളിപ്പോ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ പറയില്ല തിളക്കണം എന്ന് പറയും. വെള്ളം ബോട്ടിലിന്റെ വെള്ളം വാട്ടർ മാത്രമാണ് കുടിക്കാൻ പാടുള്ളൂ. ജസ്റ്റ് ചൂടായിട്ട് എടുക്കാൻ പാടുണ്ടോ? ചൂടായ വെള്ളം കുടിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ബോയിൽഡ് ചെയ്യണം അല്ലേ? നന്നായിട്ട് തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും നമ്മൾ ഈ ആട്ടയൊക്കെ കുഴക്കൂലേ, ആട്ടയും പുട്ടിനൊക്കെ നനയ്ക്കുകയൊക്കെ ചെയ്യില്ലേ, അപ്പൊ നമ്മുടെ അത് കുഴക്കുന്ന കയ്യിലെ നഖമൊക്കെ വൃത്തിയായിരിക്കണം. നമ്മൾ ചെളിയുള്ള കൈ കൊണ്ടൊന്നും കുഴക്കരുത്. നെയിൽ പ്രോപ്പർ ആയിട്ട് ട്രിം ചെയ്യണം. ഓക്കെ. നമ്മൾ പുറത്ത് പോകുമ്പോൾ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യണം. കാരണം അത് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട്. പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കരുത്. പഴകിയ ആഹാര സാധനങ്ങൾ കഴിക്കരുത്. ഓക്കെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യല്ലേ. ഒരാള് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണം? ഓക്കെ. മിസ്, ടോയ്ലറ്റിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡും വാഷ് ചെയ്യണം. സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യണം. അപ്പൊ നമ്മള് പേഴ്സണൽ ഹൈജീനെ കുറിച്ച് പറഞ്ഞു, ഫുഡ് ഹൈജീനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഏത് ഹൈജീനാ ഉള്ളത്? ഹോം ഹൈജീൻ ഉണ്ടല്ലോ അല്ലെ? ഹോം എങ്ങനെയാണ് ശുചിത്വമുള്ളതാക്കി വെക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളതിന്? ദീപ്തി മാത്രം എടുത്ത് പറയും. വേറെ ആരും ഇൻ ബിറ്റ്വീൻ അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. ദീപ്തി. ഹോം ഹൈജീൻ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ദീപ്തി ഇല്ല? കേൾക്കാം, പറഞ്ഞോളൂ. റെഗുലർ ക്ലീൻ ചെയ്യണം. സർഫസ്, ഫ്ലോർ, ഫർണിച്ചർ ഒക്കെ റെഗുലറി ക്ലീൻ ചെയ്യണം. ഓക്കെ. പിന്നെ ക്ലോത്ത്, ലോണ്ടറി ക്ലീൻ ചെയ്യണം. ലോണ്ടറി. ഓക്കെ. പിന്നെന്താണ്? വേസ്റ്റ് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. ക്ലീൻ കിച്ചണും ബാത്റൂമും ഒക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഓക്കെ. ക്ലിയർ ആണല്ലോ.
ചുറ്റുപാടും ക്ലിയർ ആയിരിക്കണം. കൊതുക് വന്നിടാതെ എല്ലാം ക്ലീൻ ചെയ്തിടണം. ബെഡിന്റെ പില്ലോ ഒക്കെ ഉറക്ക മാറ്റണം. ദിവസം ചേഞ്ച് ചെയ്യണം. ദിവസമൊക്കെ ചേഞ്ച് ചെയ്യണം, കവേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? ഹൈജീൻ എന്താണ്, ഇതൊക്കെ ഹൈജീൻ ആണ്, നമ്മൾ എങ്ങനെയാണ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അത് ജസ്റ്റ് റീഡ് ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന്. ക്ലിയർ ആണോ? ടോപ്പിക് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ. അപ്പൊ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 12. ഓക്കെ, 12 ആയിരുന്നില്ലേ? നെക്സ്റ്റ് ഫ്രൈഡേ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? എക്സ്ക്യൂസ് മീ മാം, ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബുക്കിന്റെ മോഡൽ കാണിക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? റെക്കോർഡ് ബുക്ക് മേടിക്കണമെന്നതിന്റെ റെക്കോർഡ് ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മറന്നു, സോറി. ഞാൻ എത്ര റെക്കോർഡ് വാങ്ങിക്കണം? ഇപ്പൊ നമുക്ക് ഫസ്റ്റ് റെക്കോർഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു റെക്കോർഡ് വാങ്ങിയാൽ മതി. ഓക്കെ, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ മേടിച്ചിട്ടുണ്ട്. അതിലുള്ള ആക്ടിവിറ്റീസ് തരാട്ടോ, റെക്കോർഡിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് തരാം. മിസ് ആക്ടിവിറ്റി ഏതായിരുന്നു മിസ്? ഒന്ന് പറഞ്ഞു തരുമോ ഒന്നുകൂടി? ആക്ടിവിറ്റി ഇന്നത്തെ ക്ലാസ്സിൽ ആക്ടിവിറ്റി തന്നില്ലായിരുന്നല്ലോ. ഇന്നിപ്പോ പറഞ്ഞത് അത് നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ടോപ്പിക് കണ്ടോ? സ്കോപ്പ് ഓഫ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാനാ പറഞ്ഞോളൂ. ആണോ? ഞാൻ വാങ്ങിച്ചത് വലിയ റെക്കില്ല മാം. ആരത്? അപ്ന? അപ്നയുടെ കയ്യിലുണ്ടല്ലോ റെക്കോർഡ് ബുക്ക്. ഓക്കെ ഓക്കെ. എന്തോ ഇന്നലത്തെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടില്ല ക്ലാസ് റൂമിൽ. അത് ഇന്നലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നോക്കിയപ്പോ അതിൽ അപ്ലോഡ് ആയിട്ട് കണ്ടില്ല. ആണോ? അപ്പൊ ഇന്നുണ്ടാവോ കേട്ടോ, ഇന്ന് അപ്ലോഡ് ആയിട്ടുണ്ടാവും. മാഡം റെക്കോർഡ് ടൈം ടേബിൾ ഇവിടെ വേണമായിരുന്നു. എന്തോ ടൈം ടേബിൾ? ടൈം ടേബിൾ ഓക്കെ. ടൈം ടേബിൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉണ്ടായിരുന്നു. ഡോട്ട് എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ സൂരജ്. നോട്ട് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയാണോ പഠിക്കേണ്ടത് അതോ PDF ആണോ? നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യണോ? നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യണ്ട. എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാം നോട്ട്ബുക്കിൽ. ഹൈജീൻ എന്നൊരു ടോപ്പിക് മാത്രമേ അതിൽ തന്നിട്ടുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈജീനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം. അത് അവിടെ സബ്മിറ്റ് ചെയ്യണ്ടല്ലോ, നമ്മൾ റഫായിട്ട് എഴുതിയാൽ മതിയല്ലോ. റഫായിട്ട് ലെക്ചർ നോട്ട് പോലെ കീപ്പ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. റെക്കോർഡ് ബുക്ക് എങ്ങനെ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? നാളെ ക്ലാസ് ഉണ്ടോ മാം? ഓക്കെ മാം. നാളെ ഓക്കെ മാം. മൺഡേ ടു ഫ്രൈഡേ. എന്തോ ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു മാം. Okay, thank you ma'am. താങ്ക് യു മാം. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു.
സ്റ്റുഡൻസിന് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ?